ഹായ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു ചോദ്യത്തിലൂടെ ആയാലോ? ചോദ്യം എന്ന് പറയുമ്പോൾ പേടിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം. നിങ്ങൾക്കറിയാവുന്ന ഭൂമിശാസ്ത്ര ചിന്തകർ ആരെല്ലാം? നിങ്ങൾക്കറിയാവുന്ന ഭൂമിശാസ്ത്ര സ്കോളേഴ്സ് അല്ലെങ്കിൽ ചിന്തകർ ആരെല്ലാം? ഓർത്ത് വെക്കുക, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. കം. അങ്ങനെ സ്ഥലമെത്തി. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, എന്താണാവോ ഇവിടെ? കാര്യമുണ്ട്. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തായിരുന്നു ആ ചോദ്യം? നിങ്ങൾക്കറിയാവുന്ന ഭൂമിശാസ്ത്ര ചിന്തകർ ആരെല്ലാം? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ മനസ്സൊന്ന് വായിക്കണം. നിങ്ങളുടെ മനസ്സിൽ കണ്ട ആളുകൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയണ്ടേ? നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ആദ്യത്തേത് ആരായിരിക്കാം? ഇദ്ദേഹമായിരിക്കാം നിങ്ങൾ ആദ്യം ഓർത്ത വ്യക്തി, ഇറാത്തോസ്തനീസ്. ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി. രണ്ടാമത്തെ ആൾ ആരായിരിക്കാം? എലൻ സി ടെമ്പിൾ. എത്ര സിമ്പിൾ ആണല്ലേ, എലൻ സി ടെമ്പിൾ. മൂന്നാമത്തെ ആൾ ആരായിരിക്കാം? ഇദ്ദേഹം അറിയാൻ സാധ്യതയില്ല, ഫെഡറിക് റാഡ്സൽ. ഫെഡറിക് റാഡ്സൽ, തെറി വിളിച്ചതല്ല കേട്ടാ, ഫെഡറിക് റാഡ്സൽ. ഇനി നാലാമത്തെ ആളെ കൂടി നമുക്ക് നോക്കാം, ഫിഡൽ ഡി പ്ലാഷെ. ഫിഡൽ ഡി പ്ലാഷെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, പേരാണ്. ഒരാളെ കൂടി നോക്കാം, ആരാണ്? ഗ്രിഫിത്ത് ടൈലർ. ടൈലർ എന്ന് ഓർത്ത് വെച്ചാൽ മതി, ഗ്രിഫിത്ത് ടൈലർ. ഇവരൊക്കെ ഭൂമിശാസ്ത്ര ചിന്തകരാണ്. ഇനി നമ്മുടെ പാഠം എന്തെന്നറിയണ്ടേ? ഇങ്ങോട്ട് നോക്കാം. നമ്മുടെ ആദ്യത്തെ പാഠത്തിന്റെ പേരെന്താണ്? ഹ്യൂമൻ ജോഗ്രഫി, നേച്ചർ ആൻഡ് സ്കോപ്പ്. മാനവിക ഭൂമിശാസ്ത്രം, സ്വഭാവവും വ്യാപ്തിയും. സ്വാഭാവികമായ ഒരു ചോദ്യം നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടാവും, എന്താണ് മാനവിക ഭൂമിശാസ്ത്രം? അതിനുള്ള ഉത്തരം നമുക്കൊന്ന് ചുറ്റുപാടിലോട്ടൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, കണ്ടില്ലേ എത്ര മനോഹരമായ പ്രകൃതി, അതിൽ മനുഷ്യരായ നമ്മളും. പ്രകൃതിക്കും മനുഷ്യനും കാലാകാലങ്ങളായി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം, എന്താണ് മാനവിക ഭൂമിശാസ്ത്രം? മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് മാനവിക ഭൂമിശാസ്ത്രം എന്ന് വിളിക്കാം. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തെ നമുക്ക് മാനവിക ഭൂമിശാസ്ത്രം എന്ന് വിളിക്കാം. മാനവിക ഭൂമിശാസ്ത്രത്തിന് ഒരുപാട് നിർവചനങ്ങൾ പലരും നൽകിയിട്ടുണ്ട്. എലൻ സി ടെമ്പിൾ മാനവിക ഭൂമിശാസ്ത്രത്തിന് നൽകിയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ചഞ്ചലമായ ഭൂമിയും വിശ്രമമില്ലാത്ത മനുഷ്യനും തമ്മിലുള്ള മാറുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം. വലുത് മനസ്സിലായോ? മനസ്സിലായിട്ടില്ല? നോക്കാം, സിമ്പിളാണ്. ഒരു ഭാഗത്ത് എപ്പോഴും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് വിശ്രമമില്ലാത്ത മനുഷ്യനും. ഇവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ തമ്മിലുള്ള മാറുന്ന ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മാനവിക ഭൂമിശാസ്ത്രം. ഇതിൽ പ്രകൃതിക്കാണോ മനുഷ്യനാണോ ആർക്കാണ് കൂടുതൽ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? എന്തുത്തരം പറയും? ഓക്കെ, ആ ഉത്തരത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാം, എന്നിട്ട് തീരുമാനിക്കാം പ്രകൃതിയാണോ വലുത്, മനുഷ്യനാണോ വലുത്? പ്രകൃതിക്കാണോ കൂടുതൽ പ്രാധാന്യം, മനുഷ്യനാണോ കൂടുതൽ പ്രാധാന്യം? ഓക്കെ, വീഡിയോകളിൽ ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? പറഞ്ഞോളൂ, എന്ത് പറയും? യെസ്, ശരിയാണ്, അത് തന്നെ. ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റുന്നത് പ്രകൃതി തന്നെയാണ് ഇവിടെ ഹീറോ, അല്ലേ? ആ ഭൂകമ്പം സംഭവിക്കുന്ന വീഡിയോകളിൽ ഭൂകമ്പം ഉണ്ടാക്കുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഹീറോ ആരാണ്? പ്രകൃതി തന്നെയാണ്. ശക്തമായ കൊടുങ്കാറ്റടിക്കുന്നു, നമുക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു, ഇവിടെ ആരാണ് ഹീറോ? പ്രകൃതി തന്നെയാണ്. അമിതമായ ചൂടുള്ള മരുഭൂമി, നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ല, അവിടെ ആരാണ് ഹീറോ? പ്രകൃതി തന്നെയാണ് ഹീറോ. അപ്പോൾ പ്രകൃതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാനവിക ഭൂമിശാസ്ത്രത്തിൽ ഒരു സമീപനമുണ്ടായി, ഒരു ചിന്താധാരയുണ്ടായി. അതിനെ നമുക്ക് പാരിസ്ഥിതിക വിദ്യാവിശ്വാസം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് പാരിസ്ഥിതിക വിദ്യാവിശ്വാസം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം. നോക്കാം. പരിസ്ഥിതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനത്തെ പാരിസ്ഥിതിക വിദ്യാവിശ്വാസം അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം എന്ന് വിളിക്കുന്നു. പ്രകൃതിയാണെല്ലാം. പ്രകൃതി ഒരുക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മൾ ജീവിക്കുന്നു. നമ്മുടെ ചിന്ത, നമ്മുടെ ശരീരഘടന, നമ്മുടെ ബുദ്ധിശക്തി, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചരിത്രം എല്ലാം ആശ്രയിച്ചിരിക്കുന്നത്, എല്ലാം രൂപം കൊള്ളുന്നത്
നമ്മുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി ഒരുക്കി തന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. നിങ്ങൾ ഈ പരന്ന പ്രദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ നിരപ്പായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ശരീരപ്രകൃതി നോക്കി അവർക്ക് ആരോഗ്യം കുറവായിരിക്കും. കാരണം പരന്ന സ്ഥലമായതുകൊണ്ട്, നിരപ്പായ സ്ഥലമായതുകൊണ്ട് വാഹനങ്ങളിലും മറ്റുമായിരിക്കും കൂടുതൽ യാത്ര ചെയ്യുക. അതേസമയം കുന്നിൻ പ്രദേശങ്ങൾ എടുത്തു നോക്ക്, അൺഡിലേറ്റിംഗ് ടോപ്പോഗ്രഫി ആയിട്ടുള്ള സ്ഥലങ്ങൾ എടുത്തു നോക്ക്, അവിടുത്തെ ആളുകളുടെ ശരീരഘടന ബലമുള്ളതും ദൃഢമുള്ളതുമായിരിക്കും. എന്തുകൊണ്ടാണ്? അവരുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ശരീരഘടന രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ആഫ്രിക്കയിലുള്ള ആളുകളെ പോലെയല്ല ഇന്ത്യയിലുള്ള ആളുകളെ പോലെയല്ല അമേരിക്കയിലുള്ള ആളുകൾ. എല്ലാവരുടെ സാഹചര്യങ്ങളും വ്യത്യാസപ്പെടുന്നു. ആര് കാരണം? പ്രകൃതി കാരണം. അപ്പോൾ പാരിസ്ഥിതിക വിശ്വാസം പറയുന്നത് പരിസ്ഥിതിയാണല്ല, പ്രകൃതിയാണല്ല. പ്രകൃതി ഒരുക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രകൃതിയുടെ കളിപ്പാവയായി ജീവിക്കുന്ന ഒരു വസ്തു മാത്രമാണ് മനുഷ്യൻ എന്നുള്ളതാണ് എൻവയോൺമെന്റൽ ഡിറ്റർമിനിസം അല്ലെങ്കിൽ പാരിസ്ഥിതിക വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4 പേരാണ് വന്നിട്ട്. റസൽ, എലൻസി, സെമ്പിൾ, അരിസ്റ്റോട്ടിൽ തുടങ്ങിയവർ ഈ വാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചിന്താധാര അല്ലെങ്കിൽ സമീപനം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതേപോലെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ചിന്താധാര ഉണ്ടാവുമല്ലോ. ആ ചിന്താധാര എന്തെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അടുത്ത തിങ്കളാഴ്ച കാണും വരെ ബൈ.